ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ്. പ്രശസ്ത നാടകാചാര്യനും സാഹിത്യകാരനുമായ ഓംചേരി NN പിള്ള അന്തരിച്ചു. 101 വയസ്സായിരുന്നു. ദില്ലി സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആകസ്മികം എന്ന പുസ്തകത്തിന് 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. PR സുനിൽ നൽകും വിശദാംശങ്ങൾ. സുനിൽ, നാടകങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്ന അതുല്യ പ്രതിഭയായിരുന്നു ഓംചേരി NN പിള്ള. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം? മറ്റു വിവരങ്ങൾ? കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി ദില്ലിയിൽ കേരളത്തിൻ്റെ മുഖമായും ദില്ലിയുടെ ഒരു അംബാസിഡറായും ഒക്കെ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു നാടകാചാര്യനും സാഹിത്യ പ്രവർത്തകനുമൊക്കെയുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അന്ത്യം അല്പസമയം മുമ്പ് ദില്ലിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് ആശുപത്രിയിലാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന് 100 വയസ്സ് തികഞ്ഞ ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീല ഓംചേരി നേരത്തെ അന്തരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇവിടുത്തെ ദില്ലിയിലെ അശോക് വിഹാറിലെ വസതിയിൽ നിന്ന് പുറത്തേക്കൊന്നും അധികം വരാറില്ലായിരുന്നു. അദ്ദേഹത്തിന് നടക്കാൻ ഒരുപാടൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഏതായാലും വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാൾ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഏതായാലും ഇപ്പോൾ അസുഖം രൂക്ഷമായതിനെ തുടർന്ന് രാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ദില്ലിയിലെ സെൻറ്റ് സ്റ്റീഫൻ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഏറെക്കാലമായി ദില്ലിയിൽ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 7 പതിറ്റാണ്ട് കാലമായി ദില്ലിയിലുള്ള ഒരു മലയാളിയാണ്, ഒരു സാഹിത്യ പ്രവർത്തകനാണ്. സാഹിത്യരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന, നാടകരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഓംചേരി NN പിള്ള. 1924 അദ്ദേഹത്തിൻ്റെ ജനനം വൈക്കത്ത്. വിദ്യാഭ്യാസത്തിന് ശേഷം 1951 അദ്ദേഹം ദില്ലിയിലേക്ക് വരുന്നത്. ആകാശവാണിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സേവനം. പിന്നീട് സർക്കാർ സംവിധാനമായ DAVP അദ്ദേഹം മാറി. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ തന്നെ സെൻസർഷിപ്പ് വിഭാഗത്തിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അന്നൊക്കെ ഈ പത്രങ്ങളുടെ സെൻസർഷിപ്പൊക്കെ നിർവഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു സംവിധാനത്തിലായിരുന്നു. ഏതായാലും അന്ന് ഇടക്കാലത്ത് വെച്ച് ഇന്ദിരാഗാന്ധിയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അദ്ദേഹം ആ ജോലി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. ഏതായാലും ദീർഘകാലം ഈ മലയാളികൾക്കിടയിൽ പ്രവർത്തിച്ച, മലയാളികളുടെ എല്ലാ പരിപാടികളിലും ഒരു മുഖമായി നിന്ന ഒരു വലിയ വ്യക്തിത്വം തന്നെയാണ് ഓംചേരി NN പിള്ള. ഓംചേരി ഇല്ലാത്ത ഒരു പരിപാടി പോലും ദില്ലിയിൽ ഉണ്ടാകാറില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 1, 2, 3 വർഷം ആണ് ഓംചേരിയുടെ അഭാവം ദില്ലിയിലെ പരിപാടികളിൽ ഇല്ലാത്തത്. അതിനു മുൻപുള്ള എല്ലാ കാലത്തും ദില്ലിയിൽ ഏത് മലയാളികളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടന്നാലും ഓംചേരി NN പിള്ളയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഏതായാലും സാഹിത്യ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തിന് തേടിയെത്തിയിട്ടുണ്ട്. ആകസ്മികം എന്ന പുസ്തകത്തിനാണ് 2020 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അതൊരു ഓർമ്മക്കുറിപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ കേരളശ്രീ പുരസ്കാരവും ഓംചേരി NN പിള്ളയെ തേടി എത്തിയിട്ടുണ്ട്. PR സുനിൽ, വളരെ അതുല്യനായ ഒരു പ്രതിഭയെ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. തുടക്കകാലത്ത് കവിതരചനയിലൂടെ തുടങ്ങി പിന്നീടാണ് അദ്ദേഹം നാടകത്തിലേക്ക് എത്തുന്നത്. അതും AKGയുടെ പ്രേരണയിലാണ് ആദ്യം അദ്ദേഹം നാടകം രചിച്ചത്. അത്തരത്തിൽ അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? തീർച്ചയായും ഒരുപാട് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ഓംചേരിയുടെ പേരുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളം ചർച്ച ചെയ്യുന്ന, ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും ചർച്ച ചെയ്യുന്ന പ്രധാന വ്യക്തിത്വങ്ങളിലൊക്കെ തന്നെ ഓംചേരിയുടെ ഒരു ഇടപെടലും പല ഘട്ടങ്ങളിലുമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നത് 7 പതിറ്റാണ്ട് കാലം എന്നത് ചെറിയൊരു കാലമല്ല. അത്രയും കാലം ദില്ലിയിൽ ജീവിച്ച് സാഹിത്യ പ്രവർത്തനം നടത്തിയ, സാഹിത്യരംഗത്തിന് വേണ്ടി വളരെ സജീവമായി നിന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടകരംഗത്തായാലും അതുപോലെ തന്നെ ആദ്യം കവിതകളിലൂടെയാണ് അദ്ദേഹം സാഹിത്യരംഗത്തേക്ക് കടന്നു വന്നതെങ്കിലും പിന്നീട് എഴുത്തുകളിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നാടകങ്ങളിലൂടെ ശക്തമായ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രളയം എന്ന നാടകം വളരെ പ്രശസ്തമായിരുന്നു. അതിനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ നാടകത്തിലൂടെയും സാഹിത്യത്തിലൂടെയും ഒക്കെ തന്നെ വളരെ ശക്തമായ നിലപാടുകൾ കൊണ്ട് ഉറച്ചു നിന്ന ഒരു വ്യക്തിത്വമാണ്. കേരളത്തിൻ്റെ ഒരു മുഖമായി, കേരളത്തിൻ്റെ ഒരു അംബാസിഡറായി ഒരുപാട് കാലം ദില്ലിയിൽ തങ്ങിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ ഓംചേരി NN പിള്ള. ദില്ലിയിലെത്തുന്ന മലയാളികൾക്ക് പലപ്പോഴും സഹായിയായി ദില്ലിയിലെ സാഹിത്യ കൂട്ടായ്മകളിൽ വളരെ